മോഷണത്തിന് വധശിക്ഷ നൽകുന്ന ഒരു നിയമസംഹിതയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കടം വാങ്ങി തിരിച്ചു കൊടുക്കാൻ കഴിയാതിരുന്നാൽ തിരിച്ചു കൊടുക്കാൻ കഴിയാത്തവരെ അടിമയാക്കുന്ന ഒരു നിയമസംഹിതയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരു കാലത്ത് ഇത്തരത്തിലുള്ള ഒരു നിയമസംഹിത പുരോഗമനപരമായിരുന്നു. എന്തുകൊണ്ട് അത് പുരോഗമനപരമായിരുന്നു എന്നത് നമുക്ക് വഴിയെ പരിശോധിക്കാം. ദ ടോക്കിലേക്ക് സ്വാഗതം. Welcome to The Talk, a contemporary conversation. ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് സമഗ്രമായി പറയുന്ന ഒരു വീഡിയോ പരമ്പരയാണിത്. എങ്ങനെയാണ് ഭരണഘടന ഉണ്ടായത് എന്നതിനെ കുറിച്ച് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. കാണാത്തവരൊന്ന് പോയി കാണണം എന്ന് റിക്വസ്റ്റ് ചെയ്യാം. നമ്മളിപ്പോ ഒരു യാത്രയിലാണ്. യാത്ര പ്രാചീന മെസപ്പൊട്ടോമിയയിലാണ് എത്തി നിൽക്കുന്നത്. ഈ പ്രാചീന മെസപ്പൊട്ടോമിയൻ സംസ്കാരം കണ്ടെത്തുന്നത് വരെ ലോകം വിശ്വസിച്ചു പോന്നിരുന്നത് സംസ്കാരങ്ങളുടെ എല്ലാം ഉറവിടം പ്രാചീന ഗ്രീസിൽ നിന്നായിരുന്നു എന്നായി. എന്നാൽ 1800കളിലാണ് ഇറാഖിലെ ചില പ്രത്യേക പ്രദേശങ്ങളിൽ ഖനനം നടക്കുന്നത്. ഏതാണ്ട് BC 3000 മുതൽ ഉള്ള ഒരു സംസ്കാരമായിരുന്നു മെസപ്പൊട്ടോമിയൻ സംസ്കാരം. ബാബിലോണിയ, സുമേറിയ തുടങ്ങിയിട്ടുള്ള രാജഭരണങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഈ സുമേറിയൻ ഭരണകാലത്താണ് ലോകത്തിലെ ആദ്യത്തെ ലിഖിതമായ നിയമസംഹിത എന്ന് വിശ്വസിച്ചു വരുന്ന കോഡ് ഓഫ് ഉർണമു ഉണ്ടാകും. അതിനുശേഷം ബാബിലോണിയൻ ഭരണകാലത്ത് ഹമ്മുറാബി എന്ന രാജാവ് ഭരിക്കുമ്പോൾ കോഡ് ഓഫ് ഹമ്മുറാബി ഉണ്ടായി. ഇത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞതാണ്. നിയമം ദൈവത്തിൽ നിന്നുള്ളതായിരുന്നു എന്നായിരുന്നു അവർ വിശ്വസിച്ചു പോന്നിരുന്നത്. ആ കാലഘട്ടത്തിനോട് അടുത്ത് തന്നെയാണ് നമ്മളെല്ലാവരും സിനിമകളിലൂടെയൊക്കെ ഒരുപാട് കണ്ട സംസ്കാരമാണ് ഈജിപ്ഷ്യൻ സംസ്കാരം, പിരമിഡുകളുടെ സംസ്കാരം. അവിടെ ഭരിച്ചിരുന്നത് ഫറോവമാരായി. ജനങ്ങൾ അതുപോലെ തന്നെ അവിടെ വിശ്വസിച്ചു പോന്നിരുന്നത് ഫറോവമാർ ദൈവത്തിന്റെ പ്രതിപുരുഷന്മാരായിരുന്നു എന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ഫറോവമാരുടെ അന്നത്തെ ഭരണാധികാരികളുടെ വാക്കുകൾ ധിക്കരിക്കുന്നവർ, നിയമം ധിക്കരിക്കുന്നവരെല്ലാം ദൈവത്തിനെ ധിക്കരിക്കുന്നവരായി കണക്കാക്കി പോകുന്നു. അവർക്ക് കടുത്ത ശിക്ഷയും നൽകി പോകുന്നു. അവിടുന്ന് അങ്ങോട്ട് കുറച്ചു കാലം കഴിയുമ്പോഴാണ് പ്രാചീന ചൈനയിൽ സംസ്കാരങ്ങൾ രൂപം കൊള്ളുന്നത്. സായി രാജവംശം, സുവാങ് രാജവംശം തുടങ്ങിയിട്ടുള്ള ഒരുപാട് രാജവംശങ്ങൾ അവിടെ വ്യത്യസ്ത കാലഘട്ടങ്ങളിലായി ഉണ്ടായി. ചൈനീസ് രാജവംശത്തിന്റെ ഒക്കെ ഒരു പ്രത്യേകത, ചൈനയിൽ വളരെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ കൺഫ്യൂഷനിസത്തിന്റെ ഒരു സ്വാധീനം ഉണ്ടായി. കൺഫ്യൂഷ്യസ് എന്ന് പറഞ്ഞാൽ ഒരു ഫിലോസഫറായി. ചൈനയിലെ പല രാജവംശങ്ങളും വിശ്വസിച്ചു പോന്നിരുന്നത് സ്വർഗത്തിൽ നിന്നുള്ള ആജ്ഞകളാണ് രാജാവ് നടപ്പാക്കേണ്ടത് എന്നായിരുന്നു. ഈ സ്വർഗത്തിലെ ആജ്ഞകൾ നടപ്പാക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ സ്വാഭാവികമായിട്ട് ആ രാജാവിനെ മാറ്റുന്ന ചില ഡൈനാസ്റ്റികളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യയിൽ ഇതുവരെ കണ്ടെത്തിയതിൽ ഏറ്റവും പ്രാചീനമായ സംസ്കാരം എന്ന് പറയുന്നത് ഇൻഡസ് വാലി സിവിലൈസേഷൻ ആണ്. പിന്നീട് അതിനുശേഷം വേദിക് കാലഘട്ടം ഉണ്ടായി എന്ന് പറയപ്പെടുന്നുണ്ട്. പക്ഷെ അതിന് തക്കതായിട്ടുള്ള കൃത്യമായിട്ടുള്ള തെളിവുകളൊന്നും നമുക്കില്ല. അങ്ങനെ ഇൻസ്ക്രിപ്ഷൻ കിട്ടിയിട്ടുള്ളത് അശോകന്റെ കാലത്തുള്ള ഇൻസ്ക്രിപ്ഷൻ ആണ്. അതാണ് അശോകന്റെ ശാസനങ്ങൾ എന്ന് നമ്മൾ പറയുന്നത്. മൗര്യ രാജവംശത്തിലെ ഏറ്റവും പേരുകേട്ട ചക്രവർത്തിയായിരുന്നു അശോകൻ. കലിംഗ യുദ്ധം എന്ന് പറഞ്ഞൊരു യുദ്ധം അശോകന്റെ കാലത്ത് നടന്നു. ലക്ഷക്കണക്കിന് മനുഷ്യർ മരിച്ചു. അശോകന് ഭയങ്കരമായ കുറ്റബോധമുണ്ടായി. ഏതാണ്ട് ആ കാലഘട്ടത്തിൽ തന്നെയാണ് ബുദ്ധനും ബുദ്ധമതവുമായിട്ട് പ്രചരിപ്പിച്ചു പോന്നിരുന്നത്. അശോകൻ ബുദ്ധന്റെ ദർശനങ്ങളിൽ ആകൃഷ്ടനായി അഹിംസയുടെ മാർഗം സ്വീകരിച്ചു. അശോകന്റെ ഭരണത്തിൽ അഹിംസ ഒരു പ്രധാന തത്വമായി. എല്ലാ മനുഷ്യരെയും പരിഗണിക്കുന്നതിന് അശോകൻ നിയമങ്ങൾ ഉണ്ടാക്കി. ഏതാണ്ട് BC 240-200കളിലാണ് അശോകന്റെ ശാസനങ്ങൾ ഉണ്ടാകുന്നത്. രാഷ്ട്രീയം, സാമ്പത്തിക ശാസ്ത്രം, നിയമം എന്നീ മേഖലകളിലൊക്കെ ഇന്ത്യയിലെ ഒരു ചരിത്രം പരിശോധിക്കുമ്പോൾ ഏറ്റവും പ്രാചീനമായി ചെന്നെത്തുക അർത്ഥശാസ്ത്രത്തിലാണ്. അർത്ഥശാസ്ത്രം ഉണ്ടാകുന്നത് അശോകന്റെ കാലത്താണ്. അശോകന്റെ രാജ്യസഭയിലെ പണ്ഡിത പ്രമുഖനായിരുന്ന കൗടില്യനാണ് അർത്ഥശാസ്ത്രം എഴുതുന്നത്. അതിനൊക്കെ ശേഷം ഏതാണ്ട് BC 600 കാലഘട്ടത്തിലാണ് ഗ്രീസിൽ കോഡ് ഓഫ് ഡ്രാക്കോ ഉണ്ടാകുന്നത്. ഡ്രാക്കോണിയൻ കോഡ് എന്ന് പറയും. തുടക്കത്തിൽ ഞാൻ പറഞ്ഞ ഒരു നിയമസംഹിതയെ കുറിച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. മോഷണത്തിന് വധശിക്ഷ നൽകുന്ന, കടക്കാരനെ അടിമയാക്കുന്ന ഒരു നിയമസംഹിത. ഇത് യഥാർത്ഥത്തിൽ ഗ്രീസിലാണ് ഉണ്ടായിരുന്നത്. ഡ്രാക്കോ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു ഭരണാധികാരിയായിരുന്നു. ആ ഭരണാധികാരി വളരെ കടുത്ത ശിക്ഷകളാണ് കൊണ്ടുവന്നത്. ചെറിയ കുറ്റങ്ങൾക്ക് പോലും വലിയ ശിക്ഷ നൽകുന്ന ഒരു രീതിയായിരുന്നു. പക്ഷെ അല്പം ഞാൻ പറഞ്ഞത് അതിന് പുരോഗമനപരമായിട്ടുള്ള ഒരു സ്വഭാവം ഉണ്ടായിരുന്നു എന്നാണ്. എന്തായിരുന്നു അതിന്റെ പുരോഗമനപരമായിട്ടുള്ള സ്വഭാവം? നമ്മൾ അതുവരെ കണ്ട പ്രാചീന ഈജിപ്തിലെയും മെസപ്പൊട്ടോമിയയിലെയും ഇന്ത്യയിലെയും ചൈനയിലെയും ഒക്കെ ഒരു ദർശനം എന്ന് പറഞ്ഞാൽ
നിയമം രാജാവിന് ബാധകമായിരുന്നു. ദൈവത്തിന്റെ പ്രതിപുരുഷനായിട്ടായിരുന്നു രാജാവിനെ കണ്ടിരുന്നത്. എന്നാൽ ഗ്രീസിൽ ഇതിനൊരു വ്യത്യാസമുണ്ടായിരുന്നു. നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. അത് ഇന്ന് നാം പറയുന്ന നിയമവാഴ്ച, ഇംഗ്ലീഷിൽ റൂൾ ഓഫ് ലോ എന്ന് പറയും, ആ ഒരു തത്വത്തിന്റെ തുടക്കമായിരുന്നു ഗ്രീസിൽ ഉണ്ടായിരുന്നത്. ഗ്രീസിലെ പ്രധാനപ്പെട്ടിട്ടുള്ള 3 തത്വചിന്തകർ അക്കാലത്ത് ഉണ്ടായിരുന്നു: സോക്രട്ടീസ്, അരിസ്റ്റോട്ടിൽ, പ്ലാറ്റോ. ഭരണഘടന എന്നത് സ്ഥാനങ്ങളുടെ ക്രമീകരണമാണ്, പ്രത്യേകിച്ച് ഏറ്റവും ഉയർന്ന സ്ഥാനത്തെ നിശ്ചയിക്കലാണ് എന്ന് പറഞ്ഞത് പ്ലാറ്റോ ആണ്. രാജാക്കന്മാർ തത്വചിന്തകന്മാരാകുന്നതുവരെ, അല്ലെങ്കിൽ രാജാക്കന്മാർക്ക് തത്വചിന്തയുടെ കരുത്തും ആത്മാവും ഉണ്ടാകുന്നതുവരെ ഒരു നഗരവും കണ്ണീരിൽ നിന്ന് മുക്തമാകുന്നില്ല എന്ന് പ്ലാറ്റോ റിപ്പബ്ലിക് എന്ന തന്റെ പുസ്തകത്തിൽ എഴുതി. ഗ്രീസിൽ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം വരുന്നത് ഡ്രാക്കോണിയൻ കോഡായിരുന്നു. ഡ്രാക്കോ എന്ന് പറഞ്ഞ നിയമജ്ഞനായിരുന്നു അത് കൊണ്ടുവരുന്നത്. ചെറിയ കുറ്റങ്ങൾക്ക് പോലും വലിയ ശിക്ഷയായിരുന്നെങ്കിലും നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമായിരുന്നു. പിന്നീട് സോളൻ എന്ന് പറഞ്ഞ ഒരു ഭരണാധികാരി വരികയാണ്. സോളന്റെ ഭരണകാലത്ത് കടുത്ത ശിക്ഷകളെയൊക്കെ ഒഴിവാക്കി. മാത്രമല്ല, സാധാരണ അവിടെ അരിസ്റ്റോക്രാറ്റുകളായിട്ടുള്ള രാജാക്കന്മാർക്ക് മാത്രമായിരുന്നു അധികാരം ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് മാറി ഭൂ ഉടമകളെ കൂടി അധികാരത്തിൽ പങ്കാളികളാക്കി. സോളന്റെ ഭരണത്തിന് ശേഷം പിന്നീട് വരുന്നത് ഏഥൻസിലെ ജനാധിപത്യത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ക്ലൈസ്തനീസിന്റെ കാലമായിരുന്നു. ഈ ക്ലൈസ്തനീസിന്റെ ഭരണകാലത്താണ് ഓസ്ട്രസിസം എന്ന ഒരു വ്യവസ്ഥ അദ്ദേഹം കൊണ്ടുവരുന്നത്. ഓസ്ട്രസിസം എന്ന് പറഞ്ഞാൽ അധികാരം ഒരു പ്രത്യേക വ്യക്തിയിൽ കേന്ദ്രീകരിക്കുകയാണെന്ന് കണ്ടാൽ ആ വ്യക്തിയെ 10 വർഷത്തേക്ക് മാറ്റി നിർത്തുന്ന ഭരണ വ്യവസ്ഥയായിരുന്നു ഓസ്ട്രസിസം. അതൊന്നും അവർ ചെയ്തിട്ടില്ലെങ്കിലേ അത്ഭുതം. കാരണം അത്രമാത്രം കടുത്ത ശിക്ഷാവിധികളാണ് ഡ്രാക്കോയുടെ കാലത്ത് ഗ്രീസിലെ ജനത അനുഭവിച്ചത്. നമ്മളെ കേരളത്തിലും കടുത്ത ശിക്ഷാവിധികൾ ഉണ്ടായിരുന്നു. ശുചീന്ദ്രം കൈമുക്ക്, അതുപോലെ തന്നെ ചിത്രകൂടവധം തുടങ്ങിയൊക്കെയായിരുന്നു അത്. അതിനുശേഷം പെരിക്കിൾസ് വരുന്നു. ഒരു ഭരണഘടനയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ഗവേണൻസ് നടക്കുന്നത് ഈ പെരിക്ലീസിന്റെ കാലത്താണ്. 500ഓളം ആളുകളുള്ള സഭയുണ്ടായി. എല്ലാ പുരുഷന്മാർക്കും വോട്ടവകാശം നൽകി. സ്കൂളിൽ പഠിക്കുമ്പോഴും പ്രാചീന ഗ്രീസിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഭരണഘടന എന്ന ആശയ രൂപീകരണത്തിൽ പ്രാചീന ഗ്രീസിന്റെ സംഭാവന. പ്രാചീന ഗ്രീസിന്റെ 3 പ്രധാനപ്പെട്ട ചിന്തകന്മാരാണ് സോക്രട്ടീസും പ്ലാറ്റോയും അരിസ്റ്റോട്ടിലും. ഇവരുടെ ദർശനങ്ങൾ ഒരു തുടർച്ചയായിരുന്നു. പിൽക്കാലത്ത് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ തുടങ്ങിയിട്ടുള്ള പല ആധുനിക ഭരണഘടനകളിലും ഉപയോഗിച്ച സെപ്പറേഷൻ ഓഫ് പവേഴ്സ് എന്ന തത്വം ഉണ്ടാകുന്നത് ഈ ഗ്രീസിൽ നിന്നാണ്. ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി എന്ന 3 ഘടകങ്ങളായി അധികാരത്തെ ബാലൻസ് ചെയ്യുന്ന ഒരു വ്യവസ്ഥ ഉണ്ടാകുന്നതൊക്കെ പ്രാചീന ഗ്രീസിലെ ഈ തത്വചിന്തകരുടെ സംഭാവനയാണ്. ഒരു ഭരണഘടന ഉണ്ടാകുന്നു, അതിന്റെ അടിസ്ഥാനത്തിൽ ഭരിക്കുന്ന ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ഗവേണൻസ് ഉണ്ടാകുന്നത് പെരിക്ലീസിന്റെ കാലത്താണ്. ഏതാണ്ട് ഇതേ കാലത്തിന്റെ തുടർച്ചയായിട്ടാണ് റോമൻ ഭരണവ്യവസ്ഥയും ഉണ്ടാകുന്നത്. ഗ്രീസിലുണ്ടായിട്ടുള്ള ചിന്തകളും ദർശനങ്ങളൊക്കെ റോമിലേക്കും വ്യാപിച്ചിരുന്നു. റോമിലെ ആദ്യത്തെ ലിഖിതമായിട്ടുള്ള നിയമസംഹിത എന്ന് പറയുന്നത് 12 ടേബിൾസ് ആയിരുന്നു. എന്തായാലും റോം പരിപൂർണമായിട്ടുള്ള ജനാധിപത്യത്തിലേക്കൊന്നും റോം പോയില്ല. അവിടെ അരിസ്റ്റോക്രാറ്റുകളുടെ ഒരു സഭ, അതുപോലെ തന്നെ ജനങ്ങളുടെ ഒരു സഭ, ഇങ്ങനെ 2 സഭകൾ ഉണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു റോമിന്റെ ഒരു രീതി. രാജാക്കന്മാരും രാജാവും ജനങ്ങളും കൂടി ഭരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ജനങ്ങൾക്ക് രാജാവിനെ തെരഞ്ഞെടുക്കാനുള്ള അവകാശമൊന്നും ഉണ്ടായിരുന്നില്ല. രാജാവിനെ തെരഞ്ഞെടുത്തിരുന്നത്, രാജാവ് എന്ന് പറയുന്നത് ജന്മസിദ്ധമായി തന്നെ തുടർന്നു പോന്നിരുന്നു. എന്നിരുന്നാലും ഭരണത്തിലൊക്കെ പങ്കാളികളാകാനൊക്കെ ജനങ്ങൾക്ക് അവസരങ്ങൾ കൊടുത്ത ഒരു രീതിയായിരുന്നു റോമിലുണ്ടായിരുന്നത്. പിന്നീട് BC 23 ആകുമ്പോഴേക്കും ആഗസ്റ്റസ് സീസർ വരുന്നു. സീസറിന്റെ ഭരണകാലമാകുന്നു. ഇത് കംപ്ലീറ്റ് വ്യവസ്ഥ മൊത്തം മാറുന്നു. അങ്ങനെയാണ് റോമിന്റെ ഒരു കഥ. ഇതിനൊക്കെ ശേഷം പിന്നീട് ഭരണഘടന എന്ന ആശയത്തിന് വലിയ ഒരു മൈൽ സ്റ്റോൺ ആയി വരുന്നത് മാഗ്ന കാർട്ടയാണ്. മാഗ്ന കാർട്ട എന്നത് ഒരു ലാറ്റിൻ വാക്കാണ്. റോയൽ ചാർട്ടർ എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. കിങ് ജോൺ രാജാവിന്റെ കീഴിലുള്ള ബാരൻസും തമ്മിലുള്ള ഉടമ്പടിയായിരുന്നു. കിങ് ജോൺ രാജാവ് ബാരൻസിന്റെ മേലെ നികുതി ചുമത്തി. മാത്രമല്ല, ജനദ്രോഹപരമായിട്ടുള്ള ഒരുപാട് നിയമങ്ങൾ കൊണ്ടുവന്നു. അവിടുത്തെ പ്രഭുസഭ രാജാവുമായിട്ട് ഇടഞ്ഞു. അവർ ജനങ്ങളെ കൂട്ടി സമരത്തിലായി. അങ്ങനെ 1215 ജൂൺ 5 റണ്ണിമീഡിൽ വെച്ചിട്ട് ഇവരൊരു ഒത്തുതീർപ്പിലെത്തി. രാജാവിന് മനസ്സിലായി ഇവരെ പണക്കി കഴിഞ്ഞാൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അങ്ങനെ രാജാവിന്റെ അധികാരം ലിമിറ്റ് ചെയ്യപ്പെട്ടു. മാത്രമല്ല, അവിടുത്തെ എല്ലാ പ്രജകൾക്കും സുരക്ഷിതത്വവും നീതിയും ഒക്കെ ഉറപ്പു നൽകി. അപ്പോൾ നമ്മളെ ഇന്നത്തെ ആധുനിക ഭരണഘടനയിലെ
പല പ്രിൻസിപ്പിൾസും ഇതിൽ നിന്നാണ് വന്നിട്ടുള്ളത്. മാഗ്ന കാർട്ടയാണ് അതിന്റെ തുടക്കം എന്ന് വേണമെങ്കിൽ പറയാം. ഈ മാഗ്ന കാർട്ടയ്ക്ക് ശേഷമാണ് അമേരിക്കൻ റവല്യൂഷൻ ഉണ്ടാകുന്നത്. 1700കളുടെ അവസാനത്തോട് കൂടിയിട്ടാണ് അമേരിക്കൻ റവല്യൂഷൻ ഉണ്ടാകുന്നത്. ബ്രിട്ടനിൽ നിന്ന് പോയ കുറെ ആളുകൾ ആയിരുന്നു അമേരിക്ക കോളനി ആക്കിയത്. പക്ഷെ പിന്നീട് ബ്രിട്ടനിൽ നിന്ന് പോയവർ തന്നെ അമേരിക്കക്കെതിരെ സംഘടിക്കുന്നു. അവർ സ്വാതന്ത്ര്യ സമരം നടത്തുന്നു. 13 സംസ്ഥാനങ്ങൾ ചേർന്ന് അവര് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നു. അങ്ങനെ ഡിക്ലറേഷൻ ഓഫ് ഫ്രീഡം ഉണ്ടാകും. അതിനുശേഷം അതിന്റെ ഒക്കെ ഒരു ഭാഗമായിട്ട് ഫ്രഞ്ച് റവല്യൂഷൻ ഉണ്ടാകുന്നു. ഫ്രഞ്ച് റവല്യൂഷൻ നമുക്കറിയാം. റൂസോ, വോൾട്ടയർ, മോണ്ടസ്ക്യൂ തുടങ്ങിയിട്ടുള്ള 3 ആളുകളായിരുന്നു ഫ്രഞ്ച് റവല്യൂഷന്റെ ആശയത്തിന് കാരണമായത്. ബാറ്റിസ്റ്റ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രാജാവായിരുന്നു അന്ന് ഭരിച്ചിരുന്നത്. അപ്പോൾ ജനങ്ങള് ഈ ബാറ്റിസ്റ്റ ജനദ്രോഹപരമായിട്ടുള്ള ഒരുപാട് നടപടികൾ കൊണ്ടുവന്നു, ഒരുപാട് നികുതി ചുമത്തി. പിന്നെ അങ്ങനെയൊക്കെ വന്നപ്പോൾ ജനങ്ങൾ അതിൽ ഒരുപാട് പൊറുതിമുട്ടി. മാത്രമല്ല അവർ സ്വാതന്ത്ര്യത്തിനും അതുപോലെ തന്നെ ഈ ജനാധിപത്യത്തിനൊക്കെ വേണ്ടി ഒരുപാട് ദാഹിച്ചിരുന്ന ആളുകളായിരുന്നു. ഈ ബാറ്റിസ്റ്റയെ പരാജയപ്പെടുത്തി അവര് ജനങ്ങളെല്ലാവരും കൂടി സംഘടിച്ചുകൊണ്ട് അവരൊരു പ്രഖ്യാപനം നടത്തി. അതാണ് വിശ്വപ്രസിദ്ധമായ ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് ദ മാൻ ആൻഡ് സിറ്റിസൺ എന്നുള്ള വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടാകുന്നത്. ജനങ്ങളുടെ അവകാശത്തെക്കുറിച്ച്, സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, ജനാധിപത്യത്തെക്കുറിച്ചൊക്കെ ആണ് ആ ഡിക്ലറേഷനിൽ പറയുന്നത്. അപ്പോഴും അടിമകളുടെയും അതുപോലെ തന്നെ സ്ത്രീകളുടെയും സ്വാതന്ത്ര്യത്തെ കുറിച്ചിട്ടൊന്നും അപ്പോഴും പറഞ്ഞിട്ടില്ല. ഫ്രഞ്ച് റവല്യൂഷന് ശേഷം 1800കളിലാണ് അമേരിക്കൻ സിവിൽ വാർ ഉണ്ടാകുന്നത്. 1860 എബ്രഹാം ലിങ്കൺ പ്രസിഡന്റ് ആകുന്നു. അങ്ങനെ എബ്രഹാം ലിങ്കൺ അമേരിക്കൻ പ്രസിഡന്റ് ആയപ്പോൾ എബ്രഹാം ലിങ്കൺ എന്ത് പണി ചെയ്തു വെച്ചാൽ അടിമത്തം നിർത്തലാക്കി. എമാൻസിപ്പേഷൻ പ്രൊക്ലമേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള അടിമത്തം നിർത്തലാക്കിക്കൊണ്ടുള്ള ഒരു പ്രഖ്യാപനം നടത്തി. അതൊരു എക്സിക്യൂട്ടീവ് ഓർഡർ ആയിരുന്നു. അപ്പോൾ അതിൽ അമേരിക്കയിലെ ഒരു വിഭാഗം സംസ്ഥാനങ്ങൾ, അമേരിക്കയിലെ തെക്കൻ സംസ്ഥാനങ്ങൾ ഇതിനോട് യോജിച്ചില്ല. തെക്കൻ സംസ്ഥാനങ്ങളിൽ കൂടുതൽ കാർഷിക പ്രവൃത്തിയാണ് നടത്തിയിരുന്നത്. അവിടെ തോട്ടവിളകളായിരുന്നു. അവര് ആഫ്രിക്കക്കാരായിട്ടുള്ള കറുത്ത വർഗ്ഗക്കാരെ പിടിച്ചു കൊണ്ടുവന്ന് അടിമകളാക്കിക്കൊണ്ട് വളരെ കടുത്ത രീതിയിൽ ചൂഷണം നടത്തിയിട്ടായിരുന്നു കൃഷി നടത്തിയിരുന്നത്. യൂണിയന്റെ കീഴിലുള്ള അമേരിക്കയാണെങ്കിൽ വ്യവസായത്തിനാണ് മുൻതൂക്കം നൽകിയിരുന്നത്. അവര് മൊത്തത്തിൽ എല്ലാ സംസ്ഥാനങ്ങളുടെയും മേലെയും താരിഫുകളും നികുതികളും ചുമത്തി. ഇത് തെക്കൻ സംസ്ഥാനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ 11 തെക്കൻ സംസ്ഥാനങ്ങൾ ഒന്നായിക്കൊണ്ട് അവര് കോൺഫെഡറസി എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ടാക്കി. അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യത്തിൽ നിന്ന് അവർ സ്വയം സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. ഇതാണ് അമേരിക്കൻ സിവിൽ വാറിലേക്ക് നയിക്കുന്നത്. അങ്ങനെ യുദ്ധം വലിയ രീതിയിൽ നീണ്ടു നിന്നു. യുദ്ധത്തിലെ തെക്കൻ സംസ്ഥാനത്തെ വടക്കൻ സംസ്ഥാനങ്ങൾ കീഴടക്കി. അങ്ങനെ ഒരു പുതിയ ഭരണഘടന അമേരിക്കയിൽ നിലവിൽ വന്നു. എല്ലാ അടിമകളെയും സ്വതന്ത്രരാക്കി. എല്ലാ അടിമകളെയും മോചിപ്പിച്ചുകൊണ്ട് ഭരണഘടനയിലെ 13ാം ഭേദഗതി കൊണ്ടുവന്നു. 13, 14, 15 ഭേദഗതികൾ പിൽക്കാലത്ത് മറ്റു പല ഭരണഘടനകൾക്കും മാർഗദർശനമാകുന്ന തരത്തിലുള്ള ഭേദഗതികളായി. 13ാം ഭേദഗതി അടിമത്തം നിർത്തലാക്കിക്കൊണ്ടായിരുന്നു. ഈക്വാലിറ്റി പറയുന്നതായിരുന്നു. എല്ലാ മനുഷ്യർക്കും നിയമത്തിന്റെ മുന്നിൽ സമത്വം ഉറപ്പു നൽകുന്നതായിരുന്നു. 14, 15 ഭേദഗതികൾ എല്ലാ മനുഷ്യർക്കും അവര് ജനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അമേരിക്കയിൽ ജനിച്ചവർക്ക് പൗരത്വം നൽകുന്നതായിരുന്നു. മറ്റുള്ള തരത്തിലുള്ള വിവേചനങ്ങൾ നിർത്തലാക്കുന്നതായിരുന്നു. എന്തായാലും അത് അമേരിക്കൻ ഭരണഘടനയുടെ ചരിത്രത്തിൽ, അമേരിക്കൻ നീതിന്യായ വ്യവസ്ഥയുടെ ചരിത്രത്തിലൊക്കെ ഒരു നാഴികക്കല്ലായിരുന്നു. മാർക്സിസ്റ്റ് ആശയങ്ങളിൽ ആകൃഷ്ടനായിരുന്ന ലെനിനാണ് റഷ്യൻ റവല്യൂഷനെ മുന്നോട്ട് നയിച്ചത്. അങ്ങനെ അവിടെ ബോൾഷെവിക്കുകളും മെൻഷെവിക്കുകളും ഒക്കെ ആയിട്ട് സാർ ചക്രവർത്തിമാർക്കെതിരെ യുദ്ധം ഉണ്ടായി, സമരം ഉണ്ടായി. അങ്ങനെ ഒക്ടോബർ വിപ്ലവം ഉണ്ടായി. അവസാനം അവിടെ USSR നിലവിൽ വരുന്നു. അവർ പുതിയൊരു ആശയം നടപ്പിലാക്കുന്നു. അതായിരുന്നു സോഷ്യലിസ്റ്റ് ആശയം. എല്ലാ മനുഷ്യർക്കും സമത്വം ഉറപ്പുവരുത്തുന്ന ഒരു ആശയമായിരുന്നു. ഈ റഷ്യൻ റവല്യൂഷൻ മുതൽ, അമേരിക്കൻ സിവിൽ വാർ മുതൽ, ഫ്രഞ്ച് റവല്യൂഷൻ, റഷ്യൻ റവല്യൂഷൻ, അമേരിക്കൻ സിവിൽ വാർ, ഇതൊക്കെ ലോകത്ത് പുതിയ ഒരു ദിശാബോധം ഉണ്ടാക്കി, പുതിയ കരുത്തുണ്ടാക്കി, പുതിയ ഇൻസ്പിറേഷൻ ഉണ്ടാക്കി. അങ്ങനെയാണ് അത് ഇന്ത്യയിലേക്കും ആ ഇൻസ്പിറേഷൻ എത്തുന്നത്. ആ സമയത്ത് ഇന്ത്യ ഭരിച്ചിരുന്നത് ബ്രിട്ടീഷുകാരായിരുന്നു. 1917 കാലത്തൊക്കെ ഇന്ത്യ ഭരിച്ചത് ബ്രിട്ടീഷുകാരായിരുന്നു. 1885 കോൺഗ്രസ് പാർട്ടി ബോംബെയിൽ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതില് ഇന്ത്യക്കാരായിട്ടുള്ള നേതാക്കന്മാർ വന്നിട്ടുണ്ടായിരുന്നു. അതിന് പുതിയ മാനങ്ങൾ കൈവന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്കും വഴിവെക്കുന്നുണ്ടായി. ഈ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവും ഇന്ത്യയിൽ അന്ന് രൂപപ്പെട്ട രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലങ്ങളൊക്കെ നമ്മൾ അടുത്ത എപ്പിസോഡിൽ പറയും. എങ്ങനെയാണ് ഇന്ത്യയിൽ ഒരു ഭരണഘടന വേണമെന്ന അവസ്ഥയിലേക്ക് ഇന്ത്യ രാജ്യം എത്തുന്നത്, ഇന്ത്യ രാജ്യത്തിലെ ജനങ്ങൾ എത്തുന്നത്, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം എത്തുന്നത്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം എത്തുന്നത് എന്നതിനെ കുറിച്ചൊക്കെ അടുത്ത വീഡിയോയിൽ നമ്മൾ വിശദമായിട്ട്
സംസാരിക്കുന്നുണ്ട്. ഒരു കാലത്ത് രാജാവിന്റെ ഇംഗിതത്തിന് മാത്രം വിധേയമായിട്ട് മുന്നോട്ട് പോയിരുന്ന ജനസമൂഹങ്ങൾ, അവർക്ക് സ്വാതന്ത്ര്യമോ സമത്വമോ അല്ലെങ്കിൽ അവരുടെ മറ്റു തരത്തിലുള്ള അവകാശങ്ങളോ ഇല്ലാത്തൊരു സമയത്ത് ഒരുപാട് മനുഷ്യർ പൊരുതിയും ഒരുപാട് മനുഷ്യർ സമരം ചെയ്തും അവരുടെ രക്തവും ജീവനും കൊടുത്താണ് ഇത്തരത്തിലുള്ള ഒരു ആധുനികമായിട്ടുള്ള മൂല്യങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. എല്ലാ മൂല്യങ്ങളും മാറ്റങ്ങൾക്ക് വിധേയമാണ്. ലോകത്ത് ഇന്നേ വരെ ഉണ്ടായി എഴുതപ്പെട്ട ചരിത്രങ്ങളെല്ലാം പോരാട്ടങ്ങളുടേതാണ് എന്ന് എഴുതിയത് സാക്ഷാൽ കാൾ മാർക്സ് ആണ്. ഭരണഘടനകൾക്ക് വേണ്ടി ജനങ്ങളോ ജനസമൂഹങ്ങളോ രൂപപ്പെട്ടതല്ല. ജനങ്ങൾക്ക് വേണ്ടിയാണ് ഭരണഘടനകളും നിയമസംഹിതകളും ഉണ്ടാകുന്നത്. ഇന്ന് നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ ഒരു ഗട്ടർ കണ്ടാൽ അല്ലെങ്കിൽ ഒരു ഗട്ടറിൽ വീണാൽ ഭരണവ്യവസ്ഥയെ മൊത്തം പഴിക്കുകയും പഴയ രാജഭരണം ഒന്ന് തിരിച്ചു വന്നിരുന്നെങ്കിൽ എന്ന് ആശ്വസിക്കുകയും എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അവരാരും അറിയുന്നില്ല ഇന്ന് നിവർന്നു നിന്ന് സംസാരിക്കാനും അവകാശങ്ങളെപ്പറ്റി പറയാനും ഭരിക്കുന്നവരെ തിരഞ്ഞെടുക്കാനും വോട്ടെടുപ്പിൽ പങ്കാളികളാകാനുമുള്ള അവകാശം ഒരുപാട് മനുഷ്യരുടെ ജീവത്യാഗത്തിൻ്റെയും വിയർപ്പിൻ്റെയും അധ്വാനത്തിൻ്റെയും ഫലമായാണ് ഉണ്ടായതെന്ന് അവർ തിരിച്ചറിയുന്നില്ല. എല്ലാ ഭരണഘടനകളും മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. പുതിയ കാലത്തിനനുസരിച്ച് പുതിയ കാലക്രമത്തിനനുസരിച്ച് മാറപ്പെടേണ്ടതാണ് നിയമങ്ങളും നിയമസംഹിതകളും. മാറ്റത്തിന്റെ രഹസ്യം എന്നത് പഴയതിനെ സംരക്ഷിക്കാൻ വേണ്ടി ഊർജം ചെലവഴിക്കാതെ പുതിയതിനെ സ്വീകരിക്കാൻ വേണ്ടി പ്രയത്നിക്കലാണ് എന്ന് പറഞ്ഞത് സോക്രട്ടീസ് ആണ്. പ്രാചീന മെസൊപ്പൊട്ടേമിയ മുതൽ റഷ്യൻ റവല്യൂഷൻ വരെ എത്തി നിൽക്കുന്ന ഭരണഘടന എന്ന ആശയത്തിന്റെ യാത്ര അടുത്തതായി ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ എങ്ങനെ ഒരു ഭരണഘടന ഉണ്ടായി, അതിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ എന്തായിരുന്നു, ദേശീയ പ്രസ്ഥാനം ഒരു ഭരണഘടന എന്ന ആശയത്തിലേക്ക് വരാൻ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നതിനെക്കുറിച്ചൊക്കെ അടുത്ത എപ്പിസോഡിൽ വിശദമായി നമ്മൾ സംസാരിക്കുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഫലപ്രദമാണ് എന്ന് തോന്നുന്നെങ്കിൽ നിങ്ങളിത് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. നിങ്ങളുടെ ചോദ്യങ്ങൾ അറിയിക്കുക. എല്ലാ ഭരണഘടനകളും രൂപപ്പെട്ടത് ജനങ്ങൾക്ക് വേണ്ടിയായിരുന്നു, ജനസമൂഹത്തിന് വേണ്ടിയായിരുന്നു. ഭരണഘടനയ്ക്ക് വേണ്ടിയല്ല ജനങ്ങൾക്ക് വേണ്ടിയാണ് ഭരണഘടനകൾ, നിയമസംഹിതകൾ, ഭരണവ്യവസ്ഥകൾ. ജനങ്ങൾക്ക് വേണ്ടി എന്ന് അത്തരം വ്യവസ്ഥകൾ ഇല്ലാതാകുന്നു അന്ന് ജനങ്ങൾ അത്തരം വ്യവസ്ഥകളെ തൂത്തെറിഞ്ഞിട്ടുണ്ട്, അതിനെതിരെ സമരം ചെയ്തിട്ടുണ്ട്. നമ്മുടെ യാത്ര ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത എപ്പിസോഡിൽ വിശദമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.